ആദിശങ്കരൻ്റെ കാലടി ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി, കുറച്ച് പേഴ്സണൽ തിരക്കുകൾ കാരണം കേട്ടോ ലേറ്റായത്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ യാത്രയ്ക്ക് എല്ലാവരും റെഡിയായി കഴിഞ്ഞിരുന്നു. യാത്രയായിട്ടുള്ള അഭിനിവേശം അത്രയ്ക്കും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം. രാവിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് കേട്ടോ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. എറണാകുളം കമ്മീഷണറും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ഹെഡുമായ ശ്രീ പുട്ട വിമലാദിത്യയാണ്. ഓരോരുത്തരും യാത്ര തുടങ്ങുന്നത് വളരെ താല്പര്യവും വളരെ എന്താ പറയുക, ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക എന്നുള്ള അതേ മനോവീര്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും യാത്ര തുടങ്ങിയത്. ഞങ്ങൾ 26 ബുള്ളറ്റുകളാണ് ഇവിടെ നിന്ന് കാശ്മീരിലേക്ക് പുറപ്പെട്ടത്. ഏകദേശം 12 മണി കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ഞങ്ങൾക്ക് അന്ന് എത്തേണ്ടിയിരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. നിങ്ങൾക്കറിയാം, തലേ ദിവസം വരെ നല്ല മഴയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഇറങ്ങാൻ നേരത്ത് മഴയൊന്നും ഉണ്ടായില്ല. അത് വളരെ ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. പിന്നെ അറിയാമല്ലോ, എറണാകുളം അത്യാവശ്യം ബ്ലോക്കൊക്കെ കഴിഞ്ഞ് 2 വീലർ ആയതുകൊണ്ട് തന്നെ ബ്ലോക്കിൽ കൂടെയൊക്കെ ഞങ്ങൾ ഒരുവിധം മുന്നിലേക്ക് പോയി. ഓരോ യാത്രയും ആസ്വദിക്കാനുള്ളതാണെന്ന് മുന്നോട്ട് ചെല്ലുന്തോറും മനസ്സിലാവുന്ന തരത്തിലുള്ള യാത്രയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ഏകദേശം മധ്യത്തിലുള്ള റൂട്ടാണ് സെലക്ട് ചെയ്തത് കേട്ടോ. പാലക്കാട്, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഡൽഹി, അങ്ങനെ ആണ് ഞങ്ങളുടെ റൂട്ട് ഞങ്ങൾ എടുത്തിരുന്നത്. ഞങ്ങൾക്ക് അന്നത്തേക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് കനകമല വൃന്ദാവനം ഗോശാലയിലാണ് കേട്ടോ. അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു സമയമായി, പറഞ്ഞല്ലോ, ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞു. അപ്പോൾ അത്രയും ലേറ്റ് ആയിട്ടുണ്ട്. ഈ ഗോശാല എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായ പാടത്തിൻ്റെ നടുക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര വിപുലീകരിക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങൾ അവർ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അത്രയും നല്ലൊരു ഭൂപ്രകൃതിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കനകമല. ഇവിടെ ഞങ്ങൾക്കായിട്ട് അവർ നല്ല ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ശരിക്കും സദ്യ പോലെ തന്നെയായിരുന്നു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം രാത്രിക്ക് അധികം ലേറ്റ് ആവാണ്ട് നമുക്ക് കോയമ്പത്തൂർ എത്തേണ്ടതാണ്. ഞാൻ കുതിരാൻ തുരങ്കം വഴിയൊക്കെ ആദ്യമാണ് കേട്ടോ കയറുന്നത്. കുതിരാൻ തുരങ്കം എന്നല്ല, പാലക്കാടേക്ക് കയറുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അങ്ങനെ പാലക്കാടൊക്കെ കണ്ട് മെല്ലെ ആസ്വദിച്ച് കുതിരാൻ തുരങ്കത്തിലൂടെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും എൻഫീൽഡ് അതിലുള്ള യാത്ര എന്ന് പറയുന്നത് എത്ര ചെയ്താലും മതിയാവാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് യാത്രയിലൂടെ പിന്നെയും നമ്മളെ വണ്ടിയെ എത്രത്തോളം സ്നേഹിക്കുന്നു, അതിൻ്റെ ആ സ്നേഹം വണ്ടിയോടുള്ളത് കൂടിയിട്ടേ ഉള്ളൂ ഈ യാത്രയോട് കൂടി. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങ് കാശ്മീർ വരെയുള്ള യാത്രയിൽ ഞങ്ങളുടെ വണ്ടി ഒരു തരത്തിൽ ഞങ്ങൾക്ക് ഒരു പണിയും തന്നിട്ടില്ല. അത്രയും സേഫായിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പാലക്കാട് എൻഡിലെത്താറായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ ശരവണ ഭവൻ്റെ മുന്നിൽ അവിടുത്തെ ആൾക്കാരുടെ സ്വീകരണം ഉണ്ടായിരുന്നു. അവിടുത്തെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സന്ധ്യയോടുകൂടി അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഓരോ ബൈക്കും ഓരോ ബുള്ളറ്റും ഇങ്ങനെ പോകുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ബുള്ളറ്റിൻ്റെ റൗണ്ട് ലൈറ്റ് കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. എനിക്കത് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഏത് വണ്ടി വന്നാലും ബുള്ളറ്റിൻ്റെ ലൈറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മുടെ ആൾക്കാരാണ് തൊട്ട് പുറകെ ഉള്ളത് എന്ന് മനസ്സിലാവുമ്പോൾ. പിന്നീട് അങ്ങോട്ട് പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കോയമ്പത്തൂർ എത്തുമ്പോൾ അത്യാവശ്യം ലേറ്റായിരുന്നു. അന്നത്തെ സ്റ്റേയും ഫുഡും എല്ലാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്നത് കോയമ്പത്തൂർ ശൃംഗേരി മഠം തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമുക്ക് ലഭിച്ച സ്വീകരണം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പിന്നീട് അങ്ങോട്ട് ലഭിച്ച ഓരോ സ്വീകരണവും. അതിരാവിലെ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതുണ്ട്. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ബാംഗ്ലൂരാണ് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വീകരണമൊക്കെ കഴിഞ്ഞ് നേരത്തെ ഫുഡൊക്കെ കഴിച്ച് മാക്സിമം നേരത്തെ ഉറങ്ങാനായിട്ട് കിടന്നു. അപ്പോൾ ബാക്കി നാളെ രാവിലെ കാണാം.